വിവാദങ്ങൾ ഏറെ ഉയർന്നു കേട്ട സമരങ്ങൾ ഏറെ കണ്ട കയറാമ്പറ കേന്ദ്രീയ വിദ്യാലയം റോഡിലെയുള്ള ജനങ്ങളുടെ ദുരിതയാത്ര അവസാനിക്കുന്നു. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായി. 2 തവണ ഉദ്ഘാടനം നടത്തിയെന്നും നിർമ്മാണ പ്രവൃത്തികൾ എവിടെ എത്തിയില്ലെന്നും ഉൾപ്പെടെ ഒറ്റപ്പാലം MLAക്ക് ഏറെ പഴി കേൾക്കേണ്ടി വന്ന ഒരു റോഡാണിത്. പറഞ്ഞ കാലാവധിക്കുള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ ഏറെ സമരങ്ങളും കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിനെ ചൊല്ലിയുണ്ടായിരുന്നു. ഒടുവിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാവുകയാണ് ഇവിടെ. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ 2023 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ഇതേ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പോകുന്നവരും ഉൾപ്പെടെ കുണ്ടും കുഴിയും നിറഞ്ഞ് കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന റോഡിലൂടെയായിരുന്നു ഇക്കാലം അത്രയും ദുരിതയാത്ര ചെയ്തിരുന്നത്. റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. 2 ഭാഗങ്ങളിലുമുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ, കവലയിൽ ഓട്ടോറിക്ഷകൾ നിർത്തുന്നത് ആവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികൾ ഉൾപ്പെടെ ഉടനടി പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA പറഞ്ഞു. എന്നാലും ഇതിലൂടെ വന്നപ്പോൾ നമ്മൾ ഈ റോഡിൽ സഞ്ചരിക്കുമ്പോൾ കൃത്യമായി ബോധ്യമാകും ഈ നാടിൻ്റെ വലിയ മാറ്റം. LDF സർക്കാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മുടെ മണ്ഡലത്തിനു വേണ്ടി ബജറ്റിൽ നീക്കിവെച്ച ഫണ്ട്, ആ ഫണ്ട് ഉപയോഗിച്ച് നല്ല നിലയിൽ ഈ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാനായി എന്ന് നമുക്ക് മനസ്സിലാകും. ടാറിംഗ് പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ട്. ഒന്ന്, നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഒക്കെ പാർക്ക് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് കട്ട വിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യമാണ്. മറ്റൊന്ന്, കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപത്ത് തന്നെ അവിടെ ഏതാണ്ട് ഒരു 50 മീറ്റർ ദൂരം അവിടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ആ കോൺക്രീറ്റ് പ്രവൃത്തി അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കോൺക്രീറ്റ് ഒരു മഴയ്ക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 2 മാസത്തിനുള്ളിൽ, അങ്ങനെയാണ് പോകുന്നത്. ഡേറ്റ് ചിലപ്പോൾ നീട്ടി പറയുന്നതാണ് എപ്പോഴും നല്ലത്. മഴ ഒന്ന് ശക്തമായാൽ ഉടനെ തന്നെ ആ പ്രവൃത്തി നടത്തും. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.